ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പച്ചമാങ്ങ കറിയാണ്. ഇപ്പോൾ മാങ്ങയുടെ സീസണും കൂടിയാണല്ലോ. അപ്പോൾ ഒരു പച്ചമാങ്ങ ഉണ്ടെങ്കിൽ നമുക്കൊരു ദിവസത്തേക്ക് ഒരു 4-5 ആൾക്കാർക്ക് കഴിക്കാനുള്ള കറി ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. തീയൊന്നും ഓണാക്കിയിട്ടില്ല കേട്ടോ, കത്തിച്ചിട്ടില്ല. അതിലേക്ക് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അതിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഒരു സവാള സ്ലൈസ് ചെയ്തത്, ചെറിയ സവാളയാണ്. കറിവേപ്പില ഒരു തണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 3-4 വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക്, ഇത്രയും ചേർത്തു. ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം. ഈ സവാളയിലേക്കുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരണം. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ബലം പ്രയോഗിച്ചൊന്ന് തിരുമ്മിയാൽ മതി. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇടുന്നത് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. ഇതിട്ടാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചെറിയ ജീരകത്തിൻ്റെ പൊടി, അതുപോലെ പാകത്തിനുള്ള ഉപ്പ്. ഇത്രയും ചേർത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ കഷ്ണങ്ങൾ ചേർക്കുകയാണ്. ഏത് മാങ്ങയായാലും കുഴപ്പമില്ല. ഞാൻ മാങ്ങയുടെ തൊലി കളഞ്ഞിട്ടുണ്ട്. തൊലി കളഞ്ഞില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഈ മാങ്ങയുടെ തൊലിക്ക് ചെറിയൊരു ചവർപ്പ് പോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തൊലി കളഞ്ഞത്. തൊലി കളയാതിരിക്കുകയാണെങ്കിൽ മാങ്ങ അങ്ങനെ വല്ലാതെ വെന്തുടയാതെ അങ്ങനെ കിടക്കും. നമുക്കെടുത്ത് കഴിക്കാൻ നല്ല സുഖമാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യുക. എന്നിട്ട് നമ്മൾ വീണ്ടും കൈ വെച്ചിട്ട് തന്നെ ഒന്ന് തിരുമ്മിയെടുക്കുകയാണ്. ഇനി ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. നമ്മൾ മാരിനേറ്റ് ചെയ്തൊക്കെ വെക്കുന്നത് പോലെ. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ 2-ാം പാലാണ് കേട്ടോ. 1 കപ്പ് 2-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1-ാം പാൽ നമ്മൾ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കും. വളരെ കുറച്ച് തേങ്ങ മതി. ഒരു തേങ്ങാമുറി പിന്നെ ഫുള്ള് വേണ്ട, ഒരു തേങ്ങയുടെ പകുതിയൊന്നും വേണ്ട. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വയ്ക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പച്ചമാങ്ങ പെട്ടെന്ന് തന്നെ വേവും, എല്ലാവർക്കും അറിയായിരിക്കും. ഒരു 2-3 മിനിറ്റ് മതി ഇത് വേവാൻ. അപ്പോൾ നമ്മൾ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചൊരു 5 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം കുറച്ചൊക്കെ ഒന്ന് വറ്റി വന്ന് മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വല്ലാതെ വെന്തങ്ങ് ഉടയരുത്. ഇനി അതിലേക്ക് നമ്മൾ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. 1-ാം പാലും 1 കപ്പ് തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ തേങ്ങാപ്പാൽ എടുത്തതിന് ശേഷം അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതുകൊണ്ടാണ് ചെറുതായിട്ടൊരു കട്ട ഉള്ളതുപോലെ തോന്നിയത്. 1-ാം പാൽ ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുക. കാരണം പുളിയും കൂടി ഉള്ളത് കാരണം പിരിയാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല മൺചട്ടിയിലാവുമ്പോൾ കുറച്ച് സമയത്തേക്കും കൂടി ആ ചൂടുണ്ടാവുമല്ലോ. അപ്പോൾ ഒഴിച്ച് ഒന്നുകൂടി മിക്സ് ചെയ്താൽ അപ്പം തന്നെ ഓഫ് ചെയ്യുക. തിളയ്ക്കാനൊന്നും നിൽക്കണ്ട. ഇനി നമ്മളൊന്ന് വറവിട്ടെടുക്കുകയാണ്. ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആദ്യം കടുകിട്ട് പൊട്ടിച്ചു, പിന്നെ ചുവന്നുള്ളി അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി ഒരു 4-5 എണ്ണമൊക്കെ എടുക്കുക, ഓരോരുത്തരുടെ ഇഷ്ടം. ചുവന്നുള്ളി ഇഷ്ടമല്ലാത്തവർക്ക് അത് ഒഴിവാക്കും ചെയ്യാം. അപ്പോൾ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നാൽ കറിവേപ്പില ഇട്ടു, അതുപോലെ വറ്റൽമുളകും ഇട്ടു. സാധാരണ നമ്മൾ കറിയൊക്കെ വറവിടുന്ന പോലെ തന്നെ ഇതൊന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മളിനി 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഈ സമയത്ത്. അപ്പോൾ കറിക്ക് നല്ലൊരു ഫ്ലേവറും നല്ലൊരു കളറും കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂണൊക്കെ മതി, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഒരു 1/4 ടീസ്പൂണെങ്കിലും മിനിമം ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതാ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളൊന്ന് അടച്ച് വെക്കുക ഒരു 10 മിനിറ്റ്. അപ്പോഴാണ് ആ വറവിൻ്റെ ടേസ്റ്റ് എല്ലാം കറിയിലേക്കൊന്ന് പിടിക്കുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ളൊരു കറിയാണ്. കാരണം നമ്മൾ 1 കപ്പ് 1-ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരുപാട് ലൂസായിട്ടുള്ളൊരു കറിയാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്, അധികം പുളിയൊന്നുമില്ല. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.